ഓ, ഏത് നേരത്താണോ കുടുംബസ്നേഹത്തെ പറ്റിയൊക്കെ സംസാരിക്കാൻ തോന്നിയത്? എന്താ അച്ഛനെ കൊണ്ട് പണിയെടുപ്പിക്കാൻ തുടങ്ങി അമ്മ? എന്റെ ഗതികേടല്ലാതെ എന്തോ പറയാന്. ഉള്ളത് പറയാലോ അച്ഛാ, അമ്മയുടെ സ്വഭാവം തീരെ മോശമാണ്. ഞാനിവിടെ ഉറക്കെ കിടന്ന് വിളിച്ചു പോകാറുണ്ടല്ലോ. അപ്പൊ നിങ്ങളൊക്കെ അമ്മയുടെ സപ്പോർട്ടല്ലേ? അമ്മയുടെ കൂടെ ഒട്ടിപ്പിടിച്ചല്ലേ നടക്കുള്ളൂ. ഞാൻ അച്ഛൻ്റെ അടുത്ത് ഒരു സങ്കടം പറയാൻ വന്നത്. ഇതൊന്നും സങ്കടം അച്ഛാ, അച്ഛന്റെ കൂട്ടുകാര് അച്ഛന്റെ മുമ്പിൽ വെച്ചിട്ട് സ്വന്തം മോളെ കളിയാക്കി പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ എങ്ങനെ പ്രതികരിക്കും? ചിരിക്കാൻ കൊള്ളാവുന്ന കോമഡിയാണ്. ഞാനും നട്ടഹസിച്ച് ചിരിക്കും. ചിരിക്കൂ? ഇടി, അത് സീരിയസ് കളിയാക്കലാണെങ്കിൽ ചിരിക്കത്തില്ല. അവന്റെ പല്ല് ഇടിച്ച് ഞാൻ തുപ്പിക്കും. അതാണ് അച്ഛൻ. എന്തു പറ്റി? എന്നാ അമ്മ അങ്ങനെ അല്ല. ആ മറ്റേ കൂടോത്ര ഗീതയില്ലേ? ആ ഗീതാന്റി ഉണ്ടല്ലോ, അവരെ എന്നെ കണ്ടപ്പോഴത്തേക്ക് അവരെന്താ ചോദിച്ചെന്നറിയാവോ? പഠിത്തമൊക്കെ കഴിഞ്ഞില്ല, ജോലിക്കൊക്കെ പൊക്കൂടെന്ന്. അതൊക്കെ സാധാരണ എല്ലാരും ചോദിക്കുന്നതല്ല. ഞാൻ നിന്നോട് ചോദിക്കാറില്ലേ? അച്ഛൻ ചോദിക്കുന്ന പോലെയാണ് അവര് ചോദിക്കുന്നത്. അച്ഛൻ എന്റെ അച്ഛനല്ലേ? അവര് ഈ നാട്ടുകാരുടെ മുമ്പ് വെച്ച് ചോദിക്കുന്നത് ശരിയാണോ? നാട്ടുകാരുടെ മുമ്പ് വെച്ചാ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ല. എന്റെ അമ്മ എന്നിട്ട് ഒന്നും മിണ്ടിയില്ലേ? അമ്മ കുറെ മിണ്ടി. അവര് പറയാ അടുക്കള ജോലിക്ക് പുഷ്പയ്ക്ക് ഇപ്പൊ ആളായല്ലോന്ന്. അപ്പൊ അമ്മ എന്താ പറഞ്ഞേന്നറിയാവോ? അവള് ഒരു കുന്തവും ചെയ്യത്തില്ല, വേണമെങ്കിൽ ഗീത വേണമെങ്കിൽ വീട്ടിൽ കൊണ്ടുവെക്കോ, അവളെ ജോലിക്ക് നിർത്തിക്കോ, ശമ്പളം കൊടുത്തോളാൻ. എന്തോ സ്ത്രീയാണ് നിന്റെ അമ്മ? എനിക്കറിയില്ല അച്ഛാ, ഇതല്ല അച്ഛാ, ഇത് കഴിഞ്ഞതിന് ശേഷം പറഞ്ഞതാണ്. തൊലി ഉരിഞ്ഞു പോയത്. പൈസ കൊടുത്തിട്ട് ആരെങ്കിലും കടിക്കണ പട്ടീനെ നിർത്തുമെന്ന്. അവളെ മോതക്കിട്ട് മൂത്തതായി പോയില്ലെങ്കിൽ കൊടുത്തേ ഞാൻ. ഇതൊക്കെ കേട്ടോണ്ട് മണഞ്ഞു നിന്നല്ല നിന്റെ തള്ള. എന്റെ അച്ഛ, അവിടെ ഉള്ള എല്ലാരും ഇത് കേട്ട് ചിരിച്ച. അമ്മയാണ് ഏറ്റവും കൂടുതൽ ചിരിച്ചത്. മറ്റുള്ളവരെ കളിയാക്കുന്നത് അവക്കൊരു സന്തോഷ. ഇതാണ് ഞാൻ പലപ്പോഴും പറയുന്നത്. കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളത്തില്ല പുഷ്പേ. അച്ഛൻ ചോദിക്കണം. അച്ഛൻ ഇപ്പൊ തന്നെ പോയി ചോദിക്കണം. ഉറപ്പായിട്ടും ചോദിക്കും. തീർത്തോട്ടെ. അമ്മയടുത്ത് മാത്രല്ല, ആ കൂടോത്രം ഗീതയില്ല, തള്ളയെടുത്തും കൂടി ചോദിക്കും. അവളെ ഉണ്ടല്ലോ, അവളെ പിടിച്ചോണ്ട് ഇവിടെ കൂടോത്രം ഗീതയെ വിളിച്ചിവിടെ കൊണ്ട് നിന്റെ കാലെ പിടിപ്പിച്ച് ഞാൻ മാപ്പ് പറയിക്കും. അവള് കൂടോത്രം ഗീത അല്ലടി, കൂതറ ഗീതയാ, കൂതറ ഗീത. ഞാൻ ചെയ്തോളാം, പോയി ചോദിച്ചോ. ഉറപ്പാണോ? ഇല്ലെങ്കിൽ നിന്റെ അമ്മ എന്റെ മുതുകത്ത് പപ്പടം കാച്ചും. ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ ചോദിക്കാം കേട്ടാ, തീർക്കണേ. ഒരു ചമ്മന്തി ഉണ്ടാക്കാനാണ് ഇത്രയും വൃത്തിയേടാക്കിയത്. അമ്മേ, ഇതൊന്ന് അലക്കണം. നീ പോയടാ, എനിക്കൊന്നും പറ്റത്തില്ല. ഇത് മൊത്തം മുഷിച്ച് ഞാൻ, എനിക്ക് വേറൊന്നും ഇല്ല, നല്ലതേടാ. പുറത്തൊക്കെ പോകണ്ടേ, ഒന്ന് അലക്കിത്താ പ്ലീസ്. അവനവൻ തന്നെ അലക്കണം. ഇനി അങ്ങനെ പറ്റുന്നില്ലെങ്കിൽ അലക്കാൻ വേണ്ടി വേറെ ഒരാളെ നോക്കിക്കോ, എൻ്റെ മോൻ. അതാ നല്ലത്. വേറെ ഇപ്പൊ ആരാ നോക്കാം? ഞാൻ ഇനി പെണ്ണ് കെട്ടിക്കൊണ്ട് പറഞ്ഞ ഇപ്പൊ തുണി അലക്കാൻ വേണ്ടി. അതേ ഇപ്പൊ ഒരു വഴിയുള്ളൂ. എപ്പം പെണ്ണ് കെട്ടിക്കൊണ്ടിരുന്നത്? അല്ല, ഇവിടെ എല്ലാവർക്കും ഓരോരോ ഷോ അല്ലേ. ഇപ്പൊ ഇതാകെ 4 തുണിയുള്ളൂ, ഒന്ന് അലക്കിത്താ പ്ലീസ്. ഞാൻ അലക്കാൻ പറ്റത്തില്ല. അല്ല, നീ എന്താ ഇപ്പം പറഞ്ഞ പെണ്ണ് കെട്ടണമെന്നാ? അങ്ങനെ നീ ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്നെ കുനിച്ച് ഇട്ടിട്ട് കൂമ്പിരിട്ടിട്ട് കുത്തും. പിന്നെ ഇതൊക്കെ അലക്കി തരാനാ? വേറെ പണിയൊന്നുമില്ലല്ലോ, വെറുതെ തേരാപ്പറ നടക്കുമല്ലോ എന്റെ പൊന്നുമോയെ. അവരവർക്ക് എന്നെ അലക്കിയാ പോരെ, എനിക്ക് എത്ര പണിയുണ്ട്. ഞാൻ അലക്കി ഇതൊക്കെ പോകും. ഇതൊക്കെ നല്ല വിലപിടിപ്പുള്ള തുണി. അതുകൊണ്ട് അതാ നിന്റെ അച്ഛൻ വന്നിട്ടാ ഒരു പണിയില്ലാതെ വെറുതെ നടക്കുന്ന ആളാ. അലക്കി തരും. ഒന്ന് അലക്കി തരൂ. നീ അതും കൂടെ ഞാൻ ചെയ്യാടാ. ഞാനേ വേറെ ഈ കുടുംബത്തെ ബാധിക്കുന്ന ഒരു വലിയ പ്രശ്നം ചർച്ച ചെയ്യാൻ വേണ്ടി വന്നതാണ്. അതെന്ത് പ്രശ്നം? അതെന്നാ അത്ര വലിയ പ്രശ്നം? അതൊരു ഞാനും നീയും തമ്മിൽ സംസാരിക്കേണ്ട വിഷയമാണ്. അതിൽ ഇവിടെ ഇടപെടേണ്ട കാര്യമില്ല. നീ പുറത്തു പോയേ. അല്ല, എന്റെ ഒരു പരിജ്ഞാനം വെച്ച് ഞാൻ കേട്ടാ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ എനിക്ക് മറുപടി പറയാൻ പറ്റും. അതുകൊണ്ട് ഞാനും കൂടെ കേട്ടോണ്ടല്ലേ, കുഴപ്പമില്ലല്ലോ. പറയാ കേട്ടാ. എനിക്കൊരു 10 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട്. തരാൻ പറ്റുമോ? എന്റെ അടുത്തില്ല 10 ലക്ഷം. ഇറങ്ങി പോടാ. ഇട്ടേക്കട്ടെ. അതിടാൻ പറ്റത്തില്ല. പോയി നനക്കടാ, ഇല്ലെങ്കിൽ ആ മുഷിഞ്ഞ ഇട്ടോണ്ട് കിടക്ക്. നിന്റെ വേർപ്പ് തന്നെയാണല്ലോ. നനച്ചോളാം. എന്റെ മകളെ അപ്പുറത്തെ ഗീത പരസ്യമായിട്ട് കളിയാക്കാൻ നമുക്ക് എന്ത് അധികാരമാണ്? ഗീത കളിയാക്കിയാ കണ്ട? എനിക്കറിയായിരുന്നു പുള്ളിക്കാരി ഇങ്ങനത്തെ സ്വഭാവക്കാരിയാന്ന്. ബാക്കി പറ. അല്ല, എന്റെ മകൾ എന്ന് പറയുമ്പോ അത് എന്റെയും കൂടി മകളല്ലേ. മകൾ എന്ന് പറയുമ്പോ അങ്ങനെയല്ലേ? എനിക്കതിൽ സംശയമൊന്നും ഇല്ല. ആരെ കളിയാക്കി? നിന്നെ ഞാൻ വിളിച്ച ഗീതാന്റിയുടെ പേര് കേട്ടപ്പോ ഞാൻ വന്നേ എന്നറിയാൻ വേണ്ടി. ഗീതാന്റിയുടെ പേര് കേട്ടോണ്ട് നീ വരണ്ട. ഇവിടെ ഞങ്ങള് കാര്യങ്ങൾ സംസാരിച്ചോളാം. നീ പോയേ. അല്ല, എനിക്ക് കുറച്ച് അറിയാമെങ്കിൽ.
ആ എന്താ നീ പറഞ്ഞത്? എന്താ ഈ ഗീത ആന്റി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അതിന് എന്റെ മകളെ കളിയാക്കാനുള്ള എന്ത് അധികാരം ഉള്ളത്? ഓ, അതിന്റെ കാരണമാണോ നിങ്ങൾക്ക് ആ പറയണ്ടത്? എനിക്കറിയണം. ആ, അത് അവൾ അങ്ങനെ പറഞ്ഞപ്പോ നിങ്ങളെ മോക്ക് കുറച്ചെങ്കിലും ഒരു ഉളുപ്പ് വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ സമയത്ത് ചിരിച്ചതാ, വേറെ ഒന്നുമല്ല പ്രശ്നം. ഇനി നാണം കൊണ്ടുപോയി സ്വന്തം മകളെ അയലോക്കത്ത് കിടക്കുന്ന ഒരുത്തി വന്നിട്ട് അപമാനിക്കുമ്പോ നിന്ന് കിളിക്കുക തള്ള. എന്തോന്ന് തള്ളയാടി നീ? അല്ല, നിങ്ങളെ മോളൊന്ന് നന്നായിക്കോട്ടെ വിചാരിച്ചു. ഓ എന്റെ മോളെ നന്നാക്കാൻ നാട്ടുകാരെ കൊണ്ടാണല്ലോ തെറി പറയുന്നത് നീ. അല്ല, നിങ്ങളെ കൊണ്ടോ പറ്റുന്നില്ലല്ലോ, അപ്പൊ മറ്റുള്ളവരെങ്കിലും പറയുന്നത് കേട്ടിട്ട് കുറച്ചൊന്നും നന്നാവട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. അപാര തലയാണ് എന്റെ പൊന്നോ. ഇത് വെളി കാണിക്കല്ലേ. നിന്റെ ആ ഫോൺ എടുത്തിട്ട് ആ ഗീതയൊന്ന് വിളിച്ചേ. ഇല്ല, അത് സമ്മതിക്കത്തില്ല. എടി, എനിക്ക് അവളോട് സംസാരിക്കണം. വിളിക്കത്തില്ല. പുഷ്പ ഒരു കാര്യം ആലോചിച്ചു. എനിക്ക് അവളുടെ വീടറിയാം. അതുകൊണ്ട് ഞാൻ അവിടെ ചെന്ന് അവളുടെ കാലവരി അടിക്കും ഞാൻ അവളെ. ആ, അവളെ ഭർത്താവ് നിങ്ങളെ വെച്ചേക്കില്ല. പിന്നെ എന്റെ കൈ മാങ്ങ പറിക്കാൻ പോവല്ലേ, അവന്റെ പരിപ്പളക്കം ഞാൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ മര്യാദക്ക് ഇത് ഡീൽ ചെയ്തു, ഇല്ലെങ്കിൽ ഞാൻ അവന് കൊളാക്കും ഞാൻ. ആ ഗീതയും കൃഷ്ണയും തമ്മിലുള്ള പ്രശ്നമല്ലേ, അത് ഞാൻ തീർത്തോളും. എങ്ങനെ തീർക്കും? അത് ഞാൻ തീർത്തോളാം. നീ എങ്ങനെ തീർക്കും? ഞാൻ തീർത്തോളാം. എങ്ങനെ? അതെങ്ങനെയെങ്കിലും ഞാൻ തീർത്തോളും. നീ എങ്ങനെ തീർത്താലും ഇന്ന് ഗീത എന്റെ മകളുടെ ഒക്കെ മാപ്പ് പറയണം. ഈ ഗീത എന്തോ ഇവിടെ എന്തോ അടി ഗീതയുടെ പേര് പറഞ്ഞു. ഓരോ